വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ഞങ്ങളെ ആംഗിൾസ് അല്ലെങ്കിൽ കോണുകൾ എന്ന് പറയുന്നത്. അപ്പം ഞാനതിൻ്റെ ഫുൾ ഇട്ടതാണ്. ലാസ്റ്റ് ഒരു 6 കണക്കുന്നുണ്ട്. ഇതുപോലെ പടം വരയ്ക്കാനുള്ള ഒരു 6 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഞാനത് വരച്ചില്ല, കാരണം നിങ്ങൾക്ക് നമ്മൾ 5ാം ക്ലാസ്സിൽ ഇതെല്ലാം പഠിച്ചതായിരുന്നു. 5ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ഓർമ്മയുണ്ടോ നിങ്ങളെ? അതിനകത്തിൽ ഇതെല്ലാം നമ്മൾ പഠിച്ചതായിരുന്നുകൊണ്ട് ഞാൻ ആ 4 എണ്ണം ചെയ്തില്ല. അപ്പോൾ ഇന്നെ ഒരു കുട്ടി കണ്ടപ്പോൾ, കുട്ടിയുടെ രക്ഷിതാവ് കണ്ടപ്പോഴാണ് പറഞ്ഞത്, കുട്ടി ഇത് വരയ്ക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ ഒരുപാട് പേപ്പർ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഒന്ന് വരച്ച് കാണിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാവും ഞങ്ങൾ ഈ ലിങ്ക് ഇടുന്നത്. അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്ക് അതാണ് ഞാൻ ഇത് ഇടുന്നുണ്ട്. അതുകൊണ്ട് ഈ പടമാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ വരയ്ക്കുമെന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ പടത്തിന് എത്ര കോർണർ അല്ലെങ്കിൽ എത്ര സൈഡ് നോക്കിക്കേ. 1 2 3 4 5 കേട്ടോ. 5 എണ്ണമാണ്. ഇതെങ്ങനെ വരയ്ക്കുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എങ്ങനെയാണെന്നറിയോ? പേപ്പർ എടുക്കുക, പടം കണ്ടേ, പടം അപ്പം നമ്മുടെ മനസ്സിൽ വേണം. നമ്മൾ കോമ്പസിൽ 3 4 5 നമുക്ക് ഇഷ്ടമുള്ള അത്രയും വലിപ്പം നിങ്ങൾക്ക് വലിയ പടം വേണ്ടുന്നവർക്ക് ഇച്ചിരി വലിപ്പത്തിലെടുക്കാം, ചെറിയ പടം വേണ്ടുന്നവർക്ക് ചെറിയ. ഞാനൊരു ഇച്ചിരി വലുത് കാണിക്കാം, നോക്കണേ നിങ്ങളെ. ഫസ്റ്റ് നമ്മളൊരു സർക്കിള് വരച്ചു കേട്ടോ. ഒരു സർക്കിളിൻ്റെ മെഷർ എത്രയാണ്? ഒരു വൃത്തത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞായിരുന്നു. എത്ര കുഞ്ഞുങ്ങളെ? 360 നമ്മുടെ കഴിഞ്ഞ ലിങ്ക് കണ്ടവർക്കറിയാം. 360 എന്താ ഒരു വൃത്തം അല്ലെങ്കിൽ സർക്കിളിൻ്റെ മെഷർ കേട്ടോ. അപ്പം ഈ 360 നമ്മുടെ പടത്തിൽ എത്ര കോർണറുകളുണ്ട്, അല്ലെങ്കിൽ ഇത് എത്ര വശങ്ങളുള്ളതാണ്? 5 അല്ലേ? 1 2 3 4 5 വശങ്ങളുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? 5 കൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം കേട്ടോ. എത്ര വശമുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. നോക്കിക്കേ, 360 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് സൈഡിൽ ചെയ്യാം. 360 5 7 5 35, ബാലൻസ് 10, 2 5 10 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര വന്നു? 72 ഡിഗ്രിയാണ് നമുക്കിവിടെ കിട്ടിയത്. എന്തിനാണ് ഈ 5 എടുത്തതെന്നല്ലേ? നമ്മുടെ പടത്തിൽ ഏതൊരു പടം തന്ന് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞാലും അതിൻ്റെ കണ്ട് എത്ര കോർണർ ഉണ്ടോ, എത്ര വശങ്ങളുണ്ടെന്ന് നോക്കണം. ഇപ്പോൾ ഇവിടെ 5 എണ്ണമാണ്, സ്റ്റാറാണല്ലേ 5. അപ്പോൾ നമ്മൾ ആ തന്നിരിക്കുന്ന 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വശങ്ങൾ എത്ര ഉണ്ടോ അത് വെച്ച് അങ്ങ് ചെയ്താൽ കേട്ടോ. 5, അപ്പോൾ നമുക്ക് 72 കിട്ടി. ഇത് ഇത്രയും ഓക്കെ ആണോ? അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മളപ്പം വൃത്തത്തിനകത്തിൽ നേരെ ഒരു റേഡിയസ് അല്ലേ, അല്ലെങ്കിൽ ഒരു ആരം വരയ്ക്കുക. റേഡിയസ് വരച്ചു. എന്നിട്ട് നമുക്ക് പ്രൊട്രാക്ടർ അതിനകത്തിൽ വെച്ചിട്ട് ഈ 72 ഡിഗ്രി എടുക്കണം കേട്ടോ. പ്രൊട്രാക്ടർ വെക്കാനൊക്കെ പഠിപ്പിച്ചതാണ്, അറിയാമല്ലോ. കണ്ടോ, ഈ സൂര്യൻ്റെ ഈ ഭാഗത്തുനിന്നും 0-യിലോട്ടാണ് കേട്ടോ. ഈ പോകുന്ന വര 0-യിലായിരിക്കണം കേട്ടോ. എത്ര ചോദിച്ചു? 72. അപ്പോൾ താഴത്തെയാണ് എടുക്കുന്നത്. 70-നും 80-നും ഇടയ്ക്കുള്ള ആ വലിയ വര 75ആണ്. അപ്പം 70 കഴിഞ്ഞ് 71 72 കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന് നേരെ വൃത്തത്തിന് വെളിയിലോട്ട് വിടണ്ട കേട്ടോ. നേരെ താപ്പോട്ട് ഇങ്ങനെ ഒരെണ്ണം കൊടുക്കുക. ഇനി നിങ്ങൾ ഓരോ വട്ടവും 72 72 72 എന്ന് നിങ്ങൾ എടുക്കുന്നതിലും കുറച്ചുകൂടി എളുപ്പം എന്താണെന്നറിയോ നിങ്ങളെ? ഈ കോമ്പസിൽ ഇവിടെ കുത്തുക, എന്നിട്ട് ഇവിടെ കുത്തുക. കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? ഈ കോമ്പസിൽ 72 72 എന്നും പറഞ്ഞ് നമ്മൾ പ്രൊട്രാക്ടറിൽ എടുത്ത് അത്രയും സമയം കളയണ്ട. കോമ്പസിൽ കണ്ടോ 72-ൽ ഇങ്ങനെ വെക്കുക. കണ്ടോ, 72 ഡിഗ്രിയെ വെക്കുക. എന്നിട്ട് വീണ്ടും ഇതേ കുത്തിയിട്ട് ഇതേ തന്നെ കുത്തിയിട്ട് 72 ഇവിടെ ഒരു ഡോട്ട് കൊടുക്കുക. കണ്ടോ, വീണ്ടും അതേ കുത്തിയിട്ട് എന്ത് ചെയ്യുക? അതേ തന്നെ കറക്റ്റായിട്ട് കുത്തണം. കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൽ തന്നെ കുത്തിയിട്ട് വീണ്ടും 72. ഇത് പേപ്പർ കറക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ കറക്റ്റായ മെഷർ കിട്ടാൻ വേണ്ടിയാണ് സൂം ചെയ്തുകൊണ്ട് ഈ പേപ്പറും നീങ്ങുമ്പോഴേ. വീണ്ടും ആ 72 നീ ഇവിടെ വെച്ചാലും മതി. ഇവിടെ 72-ൻ്റെതായിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ആയാലും മതി. എന്നിട്ട് ഇവിടുന്ന് അതായത് 72 അല്ലേ, 1 2 3 4 ഇവിടെ വരും കേട്ടോ. 4 ഓക്കെ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? 72 വെച്ചിട്ട് അതായത് പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇത് 72, പിന്നെ ഇവിടെ ഇങ്ങനെ എങ്ങനെയായാലും മതി കേട്ടോ. നമ്മൾ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. 72 അങ്ങനെ ഇങ്ങനെ കറക്കി കൊണ്ടുവരുന്നതിൻ്റെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതാ.
ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ 72 ഡിഗ്രി നമ്മൾ എടുത്തു. ഇനി അതിനെ എല്ലാം കൂടെ അങ്ങ് ജോയിൻ ചെയ്യണം. ഈ 72നെ എല്ലാം കൂടെ ജോയിൻ ചെയ്യണം. നോക്കിക്കേ, 1 ഇവിടുത്തെ പോയിന്റിലോട്ട് ഇങ്ങോട്ട്, ഇവിടുത്തെ പോയിന്റിലോട്ട് ഇങ്ങോട്ട് കറക്റ്റായിട്ട് നമ്മുടെ ആ സർക്കംഫറൻസ് എന്ന് വെച്ചാൽ ഈ പോകുന്നതിനെയാണ് നമ്മൾ സർക്കംഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതേ തന്നെ വേണം വരാൻ കേട്ടോ. ഇത്രയും ഓക്കെയാണോ? ഈ പടം എങ്ങനെ വരയ്ക്കുന്നത്, ഈ പടം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ, നമ്മുടെ ടെസ്റ്റിലെ പടമാണ്, അത് എങ്ങനെ വരയ്ക്കുന്നത്. ഇത്രയും ഓക്കെയാണോ കുഞ്ഞുങ്ങളെ? എന്നിട്ട് എന്തോന്നറിയോ, ഇതിനെ ഈ സൈഡ് ടു സൈഡ് നമ്മളങ്ങ് വരയ്ക്കണം. എന്നാണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടോ, എന്നിട്ട് ഇവിടുന്ന് നല്ലപോലെ അറിയണേ കേട്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് എല്ലാത്തിൻ്റെയും കണ്ടോ, എല്ലാത്തിൻ്റെയും മൂലകൾ തങ്ങളിൽ നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി എന്ത് ചെയ്യുന്നറിയോ, ബാക്കിയുള്ളതെല്ലാം നമ്മളങ്ങ് മായ്ച്ച് കളയണം. ബാക്കി വരുന്ന എന്ന് വെച്ചാൽ ഇതിനകത്തിൽ വേണ്ടാത്ത നമ്മൾ ഈ പടം കണ്ടില്ലേ, ഇതിനകത്തിൽ വേണ്ടാത്തത് മായ്ച്ച് കളയണം. അതായത് ഈ അകത്തേതൊന്നും നമുക്കിനിയും വേണ്ട. ഇത് കറക്റ്റായ കോർണർ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ 6 അല്ലേ, 5 സൈഡ് അല്ലേ, 5 സൈഡിൻ്റെ എടുത്തത് കണ്ടോ, 5 സൈഡിൻ്റെ. എന്നിട്ട് ആ നടുക്കുള്ളതിനെ എല്ലാം അങ്ങ് മായ്ച്ച് കളയുക. ഓരോ ഓർഡറും കറക്റ്റായിട്ട് പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, സൈഡ് ടു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം ഇവിടെ നിന്നും ഇങ്ങനെ എന്തായാലും പറ്റത്തില്ലല്ലോ. അപ്പം ഇതിൽ നിന്നും അത് നല്ലപോലെ അറിയണേ കേട്ടോ. ഇവിടെ നിന്നും ഇങ്ങോട്ട്, അടുത്തടുത്തല്ലാതെ ഉള്ളതങ്ങ് ഓർത്താൽ മതി. ഇപ്പം ഇത് കഴിഞ്ഞാൽ ഇത് അതിലോട്ടല്ല, അടുത്തതിലോട്ട്, ആ ഒരു ക്ലൂ ഓർത്താൽ മതി കേട്ടോ. അവിടെ നിന്നും ഇങ്ങോട്ട്, ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടല്ലല്ലോ, അടുത്തതിലോട്ട്. അപ്പോൾ ഇവിടെ നിന്നും, അതായത് നമ്മളൊരു സ്റ്റാർ ഉണ്ടാക്കാനാണ്. നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ഇതറിയാം, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എന്നാലും വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും കുഞ്ഞുങ്ങളെ. സ്റ്റാറായി. അപ്പോൾ ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? സ്റ്റാറാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, കളറ് കൊടുത്തിരിക്കുകയാണ് ഈ കിടക്കുന്ന സാധനം. ഏതാ, സൂമി കിടക്കുന്നതുകൊണ്ട് രണ്ടും കൂടെ കാണിക്കും. നോക്കൂ കുഞ്ഞുങ്ങളെ, ഈ പടമാണ് ഇത് കണ്ടോ. ഇതിനെ എന്ത് ചെയ്യുന്നറിയാം, അതാണ്ട് ഈ നടുക്കും ഈ ഭാഗവും കളർ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഇത്. അപ്പോൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക കുഞ്ഞുങ്ങളെ, സർക്കിള് വരയ്ക്കുക കേട്ടോ. ക്ലൂ പറയാം. സർക്കിൾ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്തിൽ 360 എത്ര സൈഡ് ഉണ്ടെന്ന്, ഇവിടെ എത്ര സൈഡ്, 1 2 3 4 5 സൈഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 360 എന്ത് ചെയ്യുക, 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 72 കിട്ടി. ആ 72 നമ്മൾ എന്ത് ചെയ്യുക, കോമ്പസിൽ ഇങ്ങനെ അളവെടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ ആണോ? അപ്പം നമുക്ക് 5 സൈഡ് കിട്ടും. കിട്ടിയില്ലേ കുഞ്ഞുങ്ങളെ? 1 2 3 4 5 സൈഡ് കിട്ടി കണ്ടോ. ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ ആ വട്ടമുള്ള അല്ലേ, എന്ത് ചെയ്യുക, അതായത് സർക്കിളാണ്, അതിൻ്റെ വട്ടമുള്ളതങ്ങ് മായ്ച്ചില്ല കണ്ടോ. ഇങ്ങനെ ഏകദേശം 5 സൈഡല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ആക്കുക. ക്ലൂ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ, പിന്നെ അതിൻ്റെ ഡിഗ്രി ഇളക്കുക, പിന്നെ അതിൻ്റെ നടുക്കളത്തെ എല്ലാം അങ്ങ് മായ്ച്ച് കളയുക എന്നാ കേട്ടോ. മായ്ച്ച് കളഞ്ഞിട്ട് എന്തുക കണ്ടേ, പിന്നെ അതായത് 1 2 3 4 5 എണ്ണമാണ്. അതിനകത്തിലെ അടുത്തടുത്തല്ലാത്ത, ഇപ്പം ഇതിലോട്ടല്ലേ പോകേണ്ടത്, അങ്ങനല്ല, ഇത് അടുത്തതിലോട്ട് അങ്ങനെ ഇങ്ങനെ ഒന്നല്ലാതെ ഇങ്ങനെ പോകുമ്പോൾ എന്താ, നിങ്ങൾ ഓൾറെഡി വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സ്റ്റാർ ആവും. ഇപ്പോൾ പിടി കിട്ടിയോ? അപ്പോൾ ആ സ്റ്റാറിനെ എന്ത് ചെയ്യുക, നിങ്ങൾ കളർ കൊടുക്കുക, ഡി കളർ കൊടുക്കുക. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ടോ? ഡി പടമായിട്ട് വരും. ഓക്കെ ആണേ ഒന്നാമത്തെ പടം. നമുക്ക് രണ്ടാമത്തെ ചെയ്യാം. കുഞ്ഞുങ്ങളെ, അടുത്ത രണ്ടാമത്തെ പടം ഇതാണ് കേട്ടോ. അടുത്ത ഇതെല്ലാം നിങ്ങൾ ചെയ്ത് കാണിക്കാനാണ് നമ്മുടെ ടെസ്റ്റിലെ രണ്ടാമത്തെ പടമാണ്. മുമ്പ് നമ്മൾ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യാം കുഞ്ഞുങ്ങളെ, ഒരു സർക്കിൾ, അത് കേട്ടോണേ, ഒരു സർക്കിൾ കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരളവ് 3 4 5 ഇഷ്ടമുള്ള ഒരളവിൽ ഒരു സർക്കിൾ കൊടുക്കുക. ഞാനുണ്ട് രണ്ടാമത്തെ പടം ചെയ്യും. 2 നമുക്കിഷ്ടമുള്ള ഒരു സർക്കിൾ കൊടുക്കുക. അതെ, നമുക്കിഷ്ടമുള്ള ഞാനൊരു സർക്കിൾ കൊടുത്തു കണ്ടോ.
ഇനി അതും സ്റ്റാറല്ലേ. സ്റ്റാർ എന്ന് കേൾക്കുമ്പോഴേ എന്താ കുഞ്ഞുങ്ങളെ, സ്റ്റാർ എന്ന് കേൾക്കുമ്പോഴേ എന്താണ് 1 2 3 4 5 അപ്പം നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച് 360നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ മുമ്പ് നമുക്ക് കിട്ടിയതാണ് 72 ഡിഗ്രി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മുമ്പ് വരച്ച അതേ പടം നമുക്കിവിടെ ഒന്നും കൂടി വരയ്ക്കാം. നോക്കണേ, ആദ്യമേ നമ്മൾ സ്കെയിലിൽ ഒരു റേഡിയസ് അല്ലെങ്കിൽ ആരം വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് 75 ഡിഗ്രി 72 ഡിഗ്രി വരയ്ക്കുക. സ്കെയിൽ നല്ലതുപോലെ വെക്കണം. 72 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തെയാണ് എടുക്കേണ്ടത് കേട്ടോ. 70നും 80നും ഇടയ്ക്കല്ല, 70 പറഞ്ഞതാണ്. 72 എടുത്ത് വരച്ചു. മുമ്പ് ഇനി ഞാൻ പറഞ്ഞ അറിയാൻ വയ്യാത്തവർക്ക് ഇതുകൊണ്ട് ഇനി അത് ചിലപ്പോൾ ചില മെഷർ വല്ലതും മാറുകയാണെങ്കിലോ, അതുകൊണ്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ വരച്ചു. ഇവിടെയും 70നും 72. അപ്പം നാടെ ഇങ്ങോട്ട് വീണ്ടും അതേ തന്നെ 0യിൽ വേണേ അത് വെക്കാൻ. ആ വരച്ച വര 0യിൽ വേണം ഇരിക്കാൻ. വീണ്ടും 72 വീണ്ടും അതേ തന്നെ വെച്ചിട്ട് 72. ഓക്കെ, 1 2 3 4 5 മുമ്പ് ചെയ്ത് അതേപോലെ വന്നു. അതായത് 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 തുല്യ ഭാഗങ്ങളായിട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് മുമ്പത്തെ കൂട്ട് സ്റ്റാർ, അതായത് സൈഡ് ടു സൈഡ് കണ്ടോ. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒരെണ്ണം പഠിക്കാമെങ്കിൽ ബാക്കിയുള്ള നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത്രയൊക്കെ ആണല്ലോ മുമ്പ് നമ്മൾ ചെയ്ത് തന്നെയാണ് അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി ചെയ്യാനുള്ളത് നല്ലപോലെ നോക്കണേ. മുമ്പ് ചെയ്ത പോലെ അല്ല. അപ്പോൾ നോക്കിയോ നിങ്ങളെ, മുമ്പ് വരച്ചതുപോലെ അല്ല. മുമ്പ് വരച്ച നമുക്ക് അറിയാമല്ലോ, ആ പടമല്ല ഇത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, മുമ്പേ നമ്മൾ എന്താ ചെയ്തത്, ഏതാണ്ടേ പ്രത്യക്ഷമായോ ഇതാണ്ടേ മുമ്പ് വരച്ചത് ഈ രീതിയിൽ. അതിൻ്റെ ക്ലൂ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഫസ്റ്റ് സർക്കിൾ വരയ്ക്കുക, 72 ഡിഗ്രി എടുക്കുക, 72 ഡിഗ്രി എല്ലാം വരയ്ക്കുക, എന്നിട്ട് മുകളിലത്തെ മായ്ച്ച് കളയുക അല്ലേ. നമ്മൾ ഇവിടെ വരെ നമ്മളിപ്പോഴും വരച്ച് അല്ലേ. ഇനി എന്ത് ചെയ്യുന്നറിയോ, ഇതിനെ എന്താണ്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ മുമ്പ് ചെയ്ത പോലെ കോണു എതിർ ദിശയിലോട്ട് മായ്ച്ചിട്ട് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ ഇതങ്ങ് ഇതിനകത്തെ ഇതങ്ങ് മായ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ലതുപോലെ വരയ്ക്കാം. അതായത് നമുക്ക് 5 സൈഡും കിട്ടിയതിന് ഓരോന്ന് സ്റ്റെപ്പായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. എന്നിട്ട് ഇതങ്ങ് മായ്ക്കുക. മുമ്പ് ചെയ്തത് ഇത്രയും വരെ മുമ്പ് ചെയ്തതാണ് അല്ലേ. എന്നിട്ട് ഇതങ്ങ് മായ്ക്കുക. ഓക്കെ, എന്നിട്ട് സൈഡ് ടു സൈഡ് തന്നെ മായ്ച്ചിട്ട് വരയ്ക്കുന്ന കുറച്ചുകൂടെ നല്ല കേട്ടോ. ഇതിൽ നിന്നും ഇങ്ങോട്ട് കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്നും ഇങ്ങോട്ട്, ഇതിൽ നിന്നും ഇങ്ങോട്ട്. അതായത് ഇതിനകത്തിൽ ആ നടുക്കളത്തെ ഇതില്ലാതെ നമ്മളൊരു സ്റ്റാറാക്കി മാറ്റുക. ഓക്കെ, സ്റ്റാറായില്ലേ. കുഞ്ഞുങ്ങളെ, ഇനി നമ്മുടെ ജോലി ഇത് വരച്ച് കഴിയുമ്പോൾ എളുപ്പമാണ്. നിങ്ങൾക്ക് എന്തോ വലിയ സംഭവമായിട്ട് തോന്നണ്ട. ഈ വെളിയിൽ ഇതങ്ങമായി ഇതൊക്കെയെന്ന് വെച്ചാൽ ഇതുണ്ടെങ്കിലേ നമുക്ക് ഇതുണ്ടെങ്കിലേ ഇത് വരയ്ക്കാൻ പറ്റൂ, ഇതുണ്ടെങ്കിലേ ഇത് വരയ്ക്കാൻ നല്ല കുഞ്ഞുങ്ങളെ. ഓരോ ഘട്ടങ്ങളായിട്ടാണ്. ഇപ്പം നോക്കി, നമ്മൾ അത് മായ്ച്ച് കളയുമ്പോഴാണ് നമുക്ക് സ്റ്റാർ മാത്രമായിട്ട് നോക്കി ആ 4 കോർണറും മായ്ച്ച് കളയുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു സ്റ്റാർ കണ്ടോ, നല്ലൊരു സ്റ്റാർ ഇരിക്കുന്നതായിട്ട് നമുക്ക്, അല്ലെങ്കിൽ മൊത്തം അങ്ങ് വരകൾ ഇരിക്കുന്നതായിട്ട് തോന്നില്ലേ. അത് തന്നെ പറയുന്നത് കേട്ടോ. ഇപ്പോൾ അവിടെ ഒരു സ്റ്റാർ മാത്രമല്ലേ ഉള്ളൂ. മറ്റേ മൊത്തം നോക്കുമ്പോൾ എല്ലാം അങ്ങ് വരയല്ലായിരുന്നു. നമ്മൾ ആദ്യം വരച്ച വരകൾ മായ്ച്ച് കളയാം. ഇപ്പം മനസ്സിലായോ? അത്രയും ഓക്കെയാണോ കുഞ്ഞുങ്ങൾ? അതായത് ഒരു സ്റ്റാർ നമ്മൾ വരച്ചു. അപ്പോൾ ഇത്രയും ആദ്യമേ നമ്മൾ സർക്കിൾ വരച്ചു. സർക്കിളിനകത്ത് എന്താണ് വരച്ചതൊക്കെ കണ്ടായിരുന്നല്ലോ. അതിനകത്ത് നിന്ന് 5 വശവും കൂടെ കൂട്ടി യോജിപ്പിച്ചു. എന്നിട്ട് ആ 5 വശം കൂടെ കൂട്ടിമുട്ടേനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്റ്റാർ ആക്കി വരച്ചു. ഇത്രയും നമ്മൾ വരച്ചുള്ളൂ കേട്ടോ. ഒത്തിരി നേരം അങ്ങ് വരച്ചെന്ന് വിചാരിക്കും അല്ലേ. നോക്കൂ കുഞ്ഞുങ്ങൾ, ഇനി അടുത്ത
അപ്പോൾ ഇനി എന്താ കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് ഈ പടം ആവണമെങ്കിൽ ഇനി എന്തോ ചെയ്യണം നമ്മൾ, അതുകൊണ്ട് ഈ വരയും മായ്ച്ച് കളയണം കേട്ടോ. അതുകൊണ്ട് ഈ വര അത് മായ്ക്കുന്നതിന് മുമ്പ് എന്താണെന്നറിയോ, അതിനകത്ത് വേറൊരു സ്റ്റാറും വരണം. അതുകൊണ്ട് ഈ അകത്തും ഒരു സ്റ്റാർ വരണം. അപ്പോൾ അതിനെന്തോ ചെയ്യണമെന്നറിയോ, എളുപ്പമാണ്. അതുകൊണ്ട് ഇത് തങ്ങളി കണ്ടോ, ഇങ്ങോട്ട്, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന്, അതായത് ആ വന്ന ആ 5 ലൈനിലെയും കണ്ടോ ഒരു സ്റ്റാറായി. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ വന്ന വര ഒരെണ്ണം മായ്ച്ച് കളയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം വരച്ച വര മായ്ച്ച് കളഞ്ഞ് വരുമ്പം നമുക്ക് എന്താവും, ഈ കാണിച്ച പടമായിട്ട് മാറും. കണ്ടോ, മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഇനി ഇതിനെന്ത് ചെയ്യണം, കളർ കൊടുക്കുമ്പോൾ നടീ പടം വരും. മനസ്സിലായോ? എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ചെയ്തത്, എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ ചെയ്തത്, നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ? അതായത് ഫസ്റ്റ് നമ്മളൊരു സർക്കിൾ വരയ്ക്കുക കേട്ടോ. എല്ലാത്തിൻ്റെയും താഴെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം, ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ടോ സർക്കിൾ എന്ന് പറയുന്നത് ഇവിടെ എത്ര 5 സൈഡ് ആയതുകൊണ്ട് നമ്മൾ എന്താ 72 ഡിഗ്രി വെച്ച് 72 ഡിഗ്രി വെച്ചിട്ട് വട്ടം വരച്ചപ്പോൾ നമുക്ക് എന്താ 5 സൈഡുള്ള ഒരു, ഇപ്പം ഇത് 72, ഇങ്ങോട്ട് 72, ഇങ്ങോട്ട് 72, ഇങ്ങോട്ട് 72, ഇങ്ങനൊരു പടം കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക, ആ കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്യുക, അതിങ്ങനെ ഇങ്ങനെ കണ്ടോ 5 മൂലകളുള്ള ഇതായിട്ട് മാറ്റി. ഇത്രയും ഓക്കെയാണോ കുഞ്ഞുങ്ങളെ? ഇത് തന്നെ അവിടെ ഫസ്റ്റ് ചെയ്ത് തന്നെയല്ലേ, മൂലയാക്കി മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനകത്ത് സ്റ്റാർ അല്ലേ, സ്റ്റാർ രൂപം കൊള്ളും. അപ്പം സ്റ്റാറാക്കി വരയ്ക്കുക. അത് കോണോട് കോണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇങ്ങനെ ഒരു സ്റ്റാറായിട്ട് മാറ്റി കേട്ടോ. സ്റ്റെപ്പായിട്ട് വരയ്ക്കണേ. സ്റ്റാറായിട്ട് മാറ്റിയതിന് ശേഷം എന്താണ്, അതായത് ഇങ്ങനെ വട്ടം വരച്ചു. അതിനകത്തിൽ എന്തുണ്ടായി, ഒരു സ്റ്റാർ. എത്ര സൈഡുണ്ടോ നിങ്ങളെ? അതായത് ഇങ്ങനെ വരച്ചിട്ട്, ഇങ്ങനെ വേണമെങ്കിൽ വരച്ചിട്ട്, ഇങ്ങനെ വരച്ചിട്ട്, അതായത് 5 സൈഡുള്ള കണ്ടോ, 5 സൈഡുള്ള പറഞ്ഞാൽ ഇവിടെ വന്നായിരുന്നു, വരച്ചായിരുന്നില്ലേ? ഇനി എന്ത് ചെയ്യുക, ആ സ്റ്റാറിനകത്തെ അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റാർ വരയ്ക്കുക, അണ്ട് ഇതൊരു സ്റ്റാറാവും നിങ്ങളെ. ഈ സ്റ്റാറിനകത്തെ കോർണറുകൾ തങ്ങളിൽ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുമ്പോഴും നമുക്ക് എന്തുമായിട്ട് മാറും, ഒരു സ്റ്റാറായിട്ട് അവിടെ സ്റ്റാറായിട്ട് വന്നു. ഇത്രയേ ഉള്ളൂ. ആ സ്റ്റെപ്പ് നിങ്ങൾ ഓർത്തോണം കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് ബാക്ക് അടിച്ചിട്ട് നോക്കണേ, നമുക്ക് അടുത്ത 2 എണ്ണവും കൂടി ഇനിയും ചെയ്യാനുണ്ട്. ഇച്ചിരി കൂടെ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് എടുത്ത് മനസ്സിലാക്കി ചെയ്യണേ നിങ്ങൾ കേട്ടോ. ഓക്കെ, അടുത്ത ചെയ്യാം. അടുത്ത ഓക്കെ കുഞ്ഞുങ്ങളെ, 3ാമത്തെ പടം ദാണ്ട് ഇതാണ് കണ്ടോ. 3 ഏതൊരു പടം തന്നാലും നിങ്ങൾ അതിന് എത്ര വശങ്ങളുണ്ടെന്ന് നോക്കുക, സൈഡുകൾ നോക്കിക്കേ. 1, 2 എത്ര കോർണർ അല്ലേ, 1, 2, 3, 4, 5, 6, 7, 8 കോർണർ ഉണ്ട് അല്ലേ, 8 വശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സർക്കിളിനെ 8 ആയിട്ട്, മുമ്പ് നമ്മൾ 5 വശം, അതായത് 72 കിട്ടി, എന്തുകൊണ്ടാണ് 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് 72 വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തത്. പക്ഷേ ഇവിടെ നോക്കിയാൽ 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര, 45 കിട്ടും. 45. അപ്പം നമ്മൾ സ്കെയിലിൽ 45 ഡിഗ്രി ആദ്യമേ നമ്മൾ ഇഷ്ടമുള്ള ഒരു സർക്കിൾ കൊടുക്കുക. സെൻറ്ററിൽ നിന്നും റേഡിയസ് വരയ്ക്കുക അല്ലേ, ഇങ്ങനെ വരയ്ക്കുന്ന റേഡിയസ്. എന്നിട്ട് 45 ഡിഗ്രി, ഇതെത്ര 45 ഡിഗ്രി പ്രൊട്രാക്ടറിൽ എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ വരും. ഇത് ചെയ്യാൻ അറിയാമല്ലോ, 45 ഡിഗ്രി വെച്ച് വരയ്ക്കാൻ അറിയാമല്ലോ. ആ 45 ഡിഗ്രി വരച്ചിട്ട് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ ആ ഓരോ കോർണർ ടു കോർണർ എന്ത് ചെയ്യണം, കൂട്ടി യോജിപ്പിക്കണം. ഫസ്റ്റ് ഇതിൽ 45 ഡിഗ്രി വന്നതിലെല്ലാം ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കണം. കോർണർ ടു കോർണർ കേട്ടോ, എന്ന് വെച്ചാൽ ഒരു മൂലയിൽ നിന്നും മറ്റൊരു മൂലയിലോട്ട് കൂട്ടി യോജിപ്പിക്കണം. ഓക്കെ, അതറിയാമല്ലോ. ഓക്കെ, കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ നമുക്ക് പടം ഇങ്ങനെ വരും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയോ, ബാക്കിയുള്ള ആ വട്ടത്തിലുള്ള സർക്കിളിനെ പിന്നെ, കാരണം നമുക്ക് കോർണർ കിട്ടി, ഇനി ആ സർക്കിളിനെ അങ്ങ് മായ്ച്ച് കളയുക. സർക്കിളിനെ അങ്ങ് മായ്ച്ച് കളഞ്ഞിട്ട് നോക്കിയേ, നല്ലപോലെ മായ്ക്കണം കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഓർഡേ ചെയ്യണമെന്ന് വിചാരിച്ചേ നിങ്ങളെ. അപ്പോൾ ഒത്തിരി സമയം കുറച്ചുകൂടെ ഇരട്ടിയാവുമെന്ന് വിചാരിച്ചാൽ പേപ്പറിൽ ചെയ്ത് കണ്ടോ, ഇങ്ങനെ വരും.
അതായത് എത്ര സൈഡ് ഉണ്ടോയെന്ന് നോക്കണേ. 1 2 3 4 5 6 7 8 വശങ്ങളുള്ള കണ്ടോ. ഫസ്റ്റ് സർക്കിൾ വരയ്ക്കുക. സർക്കിളിൻ്റെ 45 ഡിഗ്രി ആകുമ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ നമ്മളെന്താ അകത്തെ എല്ലാം അങ്ങ് മായ്ച്ച് കളയുക. കണ്ടോ, വശങ്ങൾ തങ്ങളിൽ യോജിപ്പിച്ചിട്ട് മായ്ച്ച് കളയുക. ഇത്രയും ഓക്കെയാണോ? എന്നിട്ട് എന്ത് ചെയ്യുക, ഈ അകത്തേതും അങ്ങ് മായ്ച്ച് കളയുക. ഈ അകത്തേതും സൈഡും അകത്തതും മായ്ച്ച് കളയുക. കണ്ടോ, അകത്തേതും വായിച്ച് കളഞ്ഞു. അപ്പം നോക്കിക്കേ, ഒരു വര മാത്രമേ ഉള്ളൂ, ബാക്കി മൊത്തം നമ്മൾ വായിച്ച് കളഞ്ഞു അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ, അതിൻ്റെ നേരെ വെച്ചിട്ട് കേട്ടോ, ഇവിടെ എത്ര സൈഡുണ്ട്, മൊത്തം എത്ര ഉണ്ടോ ചോദിച്ചില്ല, 8 സൈഡ് അല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ നേരെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റേതായ നേരെ വേണം കേട്ടോ. 1ഉം 2ഉം 1ഉം 2 ഒന്നില്ലേ കുഞ്ഞുങ്ങളെ, അത് നിങ്ങൾ 6ലോട്ട്, നിങ്ങളിപ്പോൾ 1 ഇങ്ങനെ എണ്ണത്തില്ലേ, അത് നിങ്ങൾ കൊടുത്ത നമ്പർ ആവണമെന്നില്ലല്ലോ അല്ലേ. അപ്പോൾ എന്താ കാണുമ്പോൾ അറിയാം എന്ന് വെച്ചാൽ 2 സൈഡിൽ ഇതുണ്ടല്ലോ, അതിനെ അവിടെ വെക്കുക. ഈ 2 സൈഡുള്ളതിനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വെക്കാമെങ്കിൽ ഇങ്ങനെ വെച്ച് ചെയ്യാമെങ്കിൽ കുറച്ചുകൂടെ കണ്ടോ, ഇതും ഇതും അത് എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. അതായത് തങ്ങളിൽ നേരെ താപ്പോട്ട് അങ്ങ് വരച്ചാൽ മതി. നേരെ താപ്പോട്ട് ഇവിടെ എന്താണ്, അതും നേരെ താപ്പോട്ട് അങ്ങ് വരും. ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഇതിനെ നേരെ ഉള്ളത് നിങ്ങൾ വരച്ച് വരുമ്പം വരും കുഞ്ഞുങ്ങൾ കേട്ടോ. നേരെ ഉള്ളത് തങ്ങളിലങ്ങ് ജോയിൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, നടുക്ക് അതിന് കളർ കൊടുക്കുക. ആൻഡ് ഇവിടെയും 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 കളർ കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. മനസ്സിലായോ? ഇതൊക്കെ ഇച്ചിരി സമയമെടുത്ത് ചെയ്യുന്നതാണ്. ചാടിക്കറി ചെയ്താൽ നമുക്ക് കിട്ടത്തില്ല. അതായത് ഫസ്റ്റ് ഓരോ കണക്കും ചെയ്തിട്ട് ഞാനത് എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി. ഫസ്റ്റ് നമ്മൾ സർക്കിൾ എടുക്കുക കുഞ്ഞുങ്ങളെ. ആ തന്നിരിക്കുന്ന പടത്തിന് എത്ര സൈഡുകൾ ഉണ്ടെന്ന് നോക്കുക കേട്ടോ, എത്ര കോർണറുകൾ ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എണ്ണാൻ എളുപ്പമാണ് അല്ലേ. അപ്പോൾ എത്ര, പിന്നെ ഇവിടെ എത്ര ഉണ്ട്, 8 സൈഡ്. അപ്പോൾ 8 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് 45 കിട്ടി. അപ്പോൾ ആ 45 ഡിഗ്രി വെച്ചിട്ട് ആ സർക്കിളിനെ മൊത്തം വരയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പടം കിട്ടും. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? എന്നിട്ട് എന്ത് ചെയ്യുക, അതെല്ലാം മായ്ച്ച് കളയാം. മായ്ച്ച് കളയുമ്പോൾ നമുക്ക് എന്താ, 8 സൈഡുള്ള അല്ലേ, ഹെപ്റ്റഗൺ എന്ന് പറയും. 8 സൈഡുള്ളതുകൊണ്ട് ഇങ്ങനെ വരും. ഒക്ടഗണാ, 8 സൈഡല്ലേ കുഞ്ഞുങ്ങളെ, ഒക്ടഗണാ. അതായത് എന്താ, 4 സൈഡ് 5 സൈഡും ഒക്കെ അറിയാം. 4 ക്വാഡ്രിലേറ്റർ, 5 സൈഡ് പെൻറ്റഗൺ, 6 സൈഡ് ഹെക്സഗണ്, 7 സൈഡ് സെപ്റ്റഗണെന്നും ഹെപ്റ്റഗണെന്നും പറയുന്നുണ്ട് കേട്ടോ. 8 സൈഡ് ഒക്ടഗൺ, 10 സൈഡ് 9 സൈഡ് നൊനഗൺ, 10 സൈഡ് ഡെക്കാഗൺ കേട്ടോ. അപ്പോൾ അതുപോട്ടെ, നമുക്കിവിടെ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ 8 സൈഡാണ്. 8 സൈഡ് കണ്ടോ വന്നത്, 8 സൈഡായ ബാക്കിയുള്ള എല്ലാം നമ്മൾ മായ്ച്ച് കളഞ്ഞിട്ട് എന്താ, അതിൻ്റേതായ നേരെ താപ്പോട്ട് അതിൻ്റെ തന്നെ നേരെ താപ്പോട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. വരച്ചിട്ട് ഇതിന് മാത്രം കളർ കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒരു പടവും കൂടെ ഉണ്ട്, നമുക്ക് അതുകൂടെ നോക്കാം. ഇത് ലാസ്റ്റ് പടം നിങ്ങളെ നോക്കിക്കേ. കണ്ടോ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു, ഇത് നമ്മുടെ ടെസ്റ്റിലെ കണക്കാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയ്യുക, ഇതിന് എത്ര വശങ്ങളുണ്ടെന്ന്. ഏത് പടം തന്നാലും നിങ്ങളുടെ ജോലി എത്ര, ഇവിടെ നോക്കിയേ, 1 2 3 4 5 6 6 360നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 360നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടി, സൈഡ് 60. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സർക്കിൾ വരയ്ക്കുക. അതിൻ്റെ 60 ഡിഗ്രി വീതം എടുത്ത് ഇങ്ങനെ വരയ്ക്കുക അല്ലേ. എല്ലാ പടവും ഇങ്ങനെ തന്നെയാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ വരച്ച 4 എണ്ണത്തിൻ്റെയും തുടക്കം ഇങ്ങനെ തന്നെ. പിന്നെ എന്ത് ചെയ്യുക, അത് എല്ലാത്തിൻ്റെയും 4 എണ്ണവും ഇങ്ങനെ തന്നെ എന്താ, സൈഡ് ടു സൈഡ് ഇങ്ങനെ വെച്ച് വരച്ച് അല്ലേ. എത്ര സൈഡ് ഉണ്ടോ നിങ്ങളെ, മൊത്തം 6 സൈഡ് തങ്ങളിൽ നമ്മൾ ഇങ്ങനെ തന്നെ വരയ്ക്കുക കേട്ടോ. ഇത്രയും ഓക്കെ ആണോ? എന്നിട്ട് എന്ത് ചെയ്യുക, സെയിം ഇത് തന്നെയാണ് അല്ലേ. എന്നിട്ട് ഈ അകത്തെ എല്ലാം അങ്ങ് മായ്ച്ച് കളയണം. അത് നമ്മൾ മറ്റേത് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഈ അകത്തേതെല്ലാം മായ്ച്ച് കളഞ്ഞാൽ ഈ പടം മാത്രം വരും. മനസ്സിലായോ? ഇത് മാത്രം വരും. ഇനി ഇതിൻ്റെ താപ്പോട്ടുള്ള എടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ, നമ്മൾ ഇവിടെ എത്രയാണ് എടുത്തതെന്ന് നോക്കുക. ഇവിടെ എത്രയാണ് നമ്മുടെ കോമ്പസിൽ പെൻസിൽ എടുത്തതെന്ന് നോക്കുക. നിങ്ങൾ ഇവിടെ ഞാൻ 0 to 4 ആണ് എടുത്തത്. കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളിനി എത്ര ആണോ എടുത്തത്, കാരണം നമ്മുടെ എത്ര 60 ഡിഗ്രിയുടെ അല്ലേ, 60 ഡിഗ്രിയുടെ ആയപ്പം നിങ്ങളെടുത്തപ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത് വെച്ചാൽ കേട്ടോ, അത് തന്നെ താപ്പൂട്ടും വരയ്ക്കുക കേട്ടോ. 4 ഡിഗ്രി കണ്ടോ,
മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ വന്ന നമ്മളിപ്പോൾ എത്രയായാലും സർക്കിൾ വരയ്ക്കുന്നില്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി വെച്ച് നമ്മൾ എടുത്തത് 60 ഡിഗ്രിയാണ് അല്ലേ. 60 ഡിഗ്രി വെച്ച് നമ്മൾ ഇങ്ങനെ വരച്ച് വന്നപ്പോൾ കണ്ടോ 4. മനസ്സിലായോ? ഇവിടെ എത്ര വന്നത് 4 കേട്ടോ. ആ 4 തന്നെ നമ്മൾ താപ്പോട്ട് ഒരു വര അങ്ങ് കൊടുക്കുക. ആ 4 തന്നെ നേരെ താപ്പോട്ട് കൊടുക്കുക കേട്ടോ. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരച്ചാൽ നിങ്ങൾക്ക് തെറ്റത്തില്ല കുഞ്ഞുങ്ങളെ കേട്ടോ. നേരെ താപ്പോട്ട് വരയ്ക്കുക. മനസ്സിലായോ? എന്നിട്ട് ഈ 4നെ ഇവിടെയും 4, അതായത് നമുക്കവിടെ ഒരു സ്ക്വയർ രൂപപ്പെടും. സ്ക്വയർ അല്ലെ സമചതുരം രൂപപ്പെടും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക നോക്കിയേ, നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ടും താപ്പോട്ട് 4, അതും കറക്റ്റ് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് വരയ്ക്കാമെങ്കിലേ തെറ്റത്തില്ല കേട്ടോ. അല്ലെ നേരെ അങ്ങ് വരച്ചാൽ മതി, ഒരു പെർപെൻഡിക്കുലർ നേരെ ഒരെണ്ണം. എത്ര 4 ഇവിടെയും ഇതിന് നേരെ താപ്പോട്ട് 4 ഒരു വര വരയ്ക്കുക. 4 കണ്ടോ? മനസ്സിലായോ? എന്നിട്ട് അത് തങ്ങളിൽ അങ്ങ് യോജിപ്പിക്കുക. അപ്പോഴും എന്ത് വരും? അപ്പോഴും 4 വരും. ഇവിടുന്ന് ഇങ്ങോട്ടും 4, ഇവിടുന്ന് ഇങ്ങോട്ടും എത്ര 4 വരും കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടും 4. അപ്പോൾ മനസ്സിലായോ? ഇനി ഈ 3 ഷെയ്ഡ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. എളുപ്പം. ഇത് ഞാൻ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ സ്കൂളിൽ സാറ് ബോർഡേ നിങ്ങളോട് ചെയ്യാൻ പറയും കേട്ടോ. എന്നാൽ ചോദിക്കും ബാക്കിയുള്ളതൊക്കെ പറയത്തില്ല, അതെല്ലാം പറയും. എന്നാൽ ഇത് ഒരുപാട് സമയവും എടുക്കും എന്നതുകൊണ്ടാണ് ഞാനിതങ്ങ് വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ ഈ 4 പടവും നല്ലത്. എല്ലാത്തിൻ്റെയും ക്ലൂ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അതായത് ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് പടത്തിന് എന്താ ഇപ്പം നമ്മൾ ഈ പഠിപ്പിച്ച അത്രയും പടത്തിനും എന്താ ആദ്യമേ നമ്മൾ സർക്കിൾ വരയ്ക്കുക അല്ലേ. സർക്കിൾ വരച്ചിട്ട് എന്ത് ചെയ്യുക, എത്ര വശം ഉണ്ടെന്ന് നോക്കുക അല്ലേ. എത്ര വശമുണ്ടെന്ന് നോക്കുക. അതായത് 1 2 3 4 5. അപ്പോൾ ആ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്നത് വെച്ചിട്ട് നമ്മളിങ്ങനെ വട്ടം ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് കോണോട് കോണ് എല്ലാത്തിനും ഇങ്ങനെ വരച്ചിട്ടുണ്ട് അല്ലേ. ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂലയിലോട്ട് യോജിപ്പിച്ച് വരയ്ക്കുക. വരച്ചതിന് ശേഷം എന്താ സ്റ്റാർ വരയ്ക്കുന്നതെങ്കിൽ നമുക്കെന്താ ഒരു നേരെ എന്തായാലും പറ്റത്തില്ല. അപ്പം നമുക്ക് തന്നെ ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ അല്ലേ. ഇതിങ്ങനെ ഓപ്പോസിറ്റ് വരയ്ക്കുമ്പോൾ സ്റ്റാർ ആവും. എന്നിട്ട് അതിൻ്റെ നടുക്ക് എന്ത് ചെയ്യുക, കളർ കൊടുക്കുക. ഫസ്റ്റ് അതായിരുന്നു, അത് തന്നെയായിരുന്നു സെക്കൻഡിലും വന്നേ അല്ലേ. സെക്കൻഡിലും എന്താ വന്നേ, അതിനകത്തിൽ ചെറിയൊരു വേരിയേഷൻ. അതുപോലെ ഇതിനകത്തിലും ഇതിപ്പോൾ പറഞ്ഞ് മനസ്സിലായല്ലോ നിങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാണ്ടേ കണ്ടോ, എല്ലാത്തിൻ്റെയും അടിയിൽ ഞാൻ ഈ ക്ലൂ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് തെറ്റാതിരിക്കാം. ഇതും അതുപോലെ തന്നെ എന്താ ആദ്യമേ ഇങ്ങനെ വരയ്ക്കുക. പിന്നെ ഇവിടെ എത്രയാണോ എടുക്കുന്നത് അത് തന്നെ താപ്പോട്ട് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ ഈ 4 പടവും നമ്മൾ ചെയ്തു. നിങ്ങളെ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു കേട്ടോ. നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ ഇടാം. കമൻറ്റ് പറയണേ നിങ്ങൾ കേട്ടോ. എന്തായാലും നിങ്ങൾ കമൻറ്റ് പറയണേ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.